ഇന്ത്യാസ് ഓൺ മസിൽ കാർ ഈ 2026 സ്റ്റിൽ ഇറ്റ് ഹാസ് ഓറ. അതാണ് HM Contessa. ഈ വണ്ടി മുമ്പ് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു 1.8 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, പിന്നെ ഒരു 2 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ആ ഒരു 2 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. എക്സോസ്റ്റ് നോട്ടാണ്. ഇന്ത്യാസ് മോസ്റ്റ് ഐക്കോണിക് സെഡാനായിരുന്നു ഇത്. 80 to 90 കാലഘട്ടത്തിൽ പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസ് അതുപോലത്തെ ആളുകളുടെ ഫേവറേറ്റ് വെഹിക്കിളായിരുന്നു ഇത്. ഇത് ജസ്റ്റ് ഒരു ഓൾഡ് സെഡാൻ അല്ല, ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയുടെ ഒരു ട്രൂ ഐക്കൺ തന്നെയായിരുന്നു ഈ വണ്ടി. ആ ഒരു ടൈം പീരീഡിലെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബാസഡർ വരുന്നുണ്ട്, പിന്നെ പ്രീമിയർ 15 വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് 2000 എന്ന് പറഞ്ഞൊരു വെഹിക്കിളും കൂടെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വൈഡ് സ്റ്റാൻസ്, ലോങ് ബോണറ്റ്, ഇതെല്ലാം പ്രോപ്പർ ഒരു അമേരിക്കൻ മസിൽ കാറിൻ്റെ ഫീൽ അല്ലേ ആയിരുന്നത്. ഒന്നും പറയാനില്ല, ലുക്ക് തന്നെ ഒരു രക്ഷയില്ല. ഒരു ഓറ നല്ലപോലെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സാധനം. ഓൾസോ ഇത് ബാക്ക് വീൽ ഡ്രൈവും കൂടിയാണ് വണ്ടി വരുന്നത്. ഈ റീസെൻ്റ് ആയിട്ടുള്ള ബാക്ക് വീൽ ഡ്രൈവ് വണ്ടി വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ആണെങ്കിലും ആ ഒരു ബാക്കിലെ ലുക്ക് ആണെങ്കിലും ഒരു പ്രോപ്പർ ക്ലാസിക് കാറിൻ്റെ ലുക്കാണ്. എവിടെ കൊണ്ടിരുന്നാലും ഒബാര റോഡ് ഫ്രണ്ട്സാണ് ഈ വെഹിക്കിളിന്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നാളെങ്കിലും അത് കണ്ടോ, സീറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല കംഫർട്ടാണ്. പുറകിലും സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു പഴയ വണ്ടിയാണ്, അങ്ങനത്തെ ഒരു ഇതും നമുക്ക് തോന്നുന്നില്ല, അത്രയും സെറ്റാണ്. ബാക്ക് സീറ്റ് വന്നാൽ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, ലെഗ് സ്പേസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന കഴിഞ്ഞാൽ ഒരു പഴയ വണ്ടിയായിട്ട് തോന്നത്തില്ല, ഒരു നല്ലൊരു ലക്ഷറി വണ്ടിയുടെ ഫീലിംഗ് അകത്തൊക്കെ. ഈ ഒരു വെഹിക്കിളും ഇപ്പോഴും ഈ ഒരു ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത് ഇത്തിരി കഷ്ടപ്പെടാം, കാരണം ഇതിൻ്റെ സ്പെയർ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ ഇതൊക്കെ ഇത് പ്രോപ്പറായിട്ട് പണിയുന്ന മെക്കാനിക്സ് ഇപ്പോൾ പണ്ടത്തെ പോലെ കുറവാണ്. നമുക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് ഇതിനെ കൊണ്ടുപോകാൻ. പക്ഷേ എന്നാലും ഇത് കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണിത്. ഇത്രയും ക്ലാസിക് ഐറ്റം നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു എത്ര നേരം വേണമെങ്കിലും. അതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഈ വെഹിക്കിൾ വെഡ്ഡിങ് പർപ്പസ്, പിന്നെ ഫോട്ടോഷൂട്ട് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ റെൻറ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ ദിസ് ഈസ് മീ വിശാക്ഷിയാർ. മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരേക്കും ബൈ.